നോക്കിയാൽ നിരവധി പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തകർച്ച നേരിട്ട ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പിന്നീട് സഹകരിച്ചുകൊണ്ടുള്ള നാടാകെ ഒന്നായി ചേർന്നുകൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമൂലമായി മാറ്റുന്നതിനാണ് ഇടയാക്കിയത്. കുട്ടികളെ എത്തിക്കാനും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുമെല്ലാമുള്ള ജനകീയ കൂട്ടായ്മകൾ ആ ഘട്ടത്തിൽ രൂപപ്പെടുന്നത് നാം സൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി പാറാം. ഇച്ചാലൊരു മല ഇരുമല അറിവിൻ പൂമല കേറാം. വകുപ്പ് ഈ വർഷം പുതുക്കിയാണ്. വലിയ പ്രതീക്ഷകൾ വെച്ച് പ്രവർത്തിക്കും വൈവിധ്യങ്ങളായ പഠന പ്രവർത്തനങ്ങൾ, അതിപ്പോൾ ഇൻക്ലൂസീവ് കായികോത്സവമായാലും വർണ്ണക്കൂടാരങ്ങൾ ഉദ്ഘാടനം. കുട്ടികൾ വരുമ്പോൾ ആ കുട്ടികളുടെ വിദ്യാഭ്യാസ സംരക്ഷണത്തിന് അവിടുത്തെ സ്കൂളിലെ അധ്യാപകരുടെയോ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല. ആ സ്കൂളിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നിവിടെ മിന്നി തിളങ്ങുന്ന വ്യക്തിത്വത്തിനുടമ ഉദ്ഘാടനത്തിനായി ഹാർദമായി ക്ഷണിച്ചുകൊള്ളുന്നു ഏറ്റവും ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ സാറിനെ. കോവിഡ് കാലഘട്ടത്തിൽ പോലും ഓൺലൈൻ വിദ്യാഭ്യാസം നടപ്പാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് എന്ന് നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തി. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് റോബോട്ടിക് എഞ്ചിനീയറിംഗിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും പഠിക്കാനുള്ള സംവിധാനങ്ങളായി കഴിഞ്ഞു. സ്കിൽഡ് ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എത്രയോ ഉന്നതമായ മുന്നേറ്റങ്ങളുടെ ആവിർഭാവം എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോട്ടയത്തെ സംബന്ധിച്ചോളം വലിയ പ്രാധാന്യം 1725 ബെഞ്ചമിൻ മേരി തുടങ്ങി വെച്ചതാണ്. അക്ഷരനഗരിയിൽ CMS കോളേജിൽ ഇന്നുള്ള മ്യൂസിയത്തിൽ കാണുന്ന അക്ഷര മ്യൂസിയം. 1846 ചാവറയച്ചൻ, വിശുദ്ധ ചാവറയച്ചൻ അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി സ്വാതി തിരുനാളിൻ്റെ പ്രസ് വാഴപ്പിണ്ടിയിൽ രൂപം കൊടുത്ത് തടിയിൽ കൊത്തിയെടുത്ത് മാന്നാനത്ത് ആരംഭിച്ച പ്രസ് ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം തീർക്കാൻ സഹായിച്ച ആ ഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ പ്രവർത്തനങ്ങളാണ്. ഈ വർഷത്തെ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വിശുദ്ധ ചാവറയച്ചൻ്റെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളും നവോത്ഥാന നായകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ചാവറയച്ചനെയും ഗവൺമെന്റ് ഈ പ്രാവശ്യത്തെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും ഈ സന്ദർഭം നാം ഏറെ അഭിമാനത്തോടെ സ്വീകരിക്കുക. കാരണം കേരളത്തിൽ ഇന്ന് കാണുന്ന മാറ്റങ്ങൾ അയ്യാ വൈകുണ്ഠസ്വാമികളും ചാവറയച്ചനും ശ്രീനാരായണ ഗുരുസ്വാമികളും അയ്യങ്കാളിയും പൊയ്യൽ കുമാരഗുരുദേവനും വാഗ്ഭടാനന്ദനും ചട്ടമ്പി സ്വാമികളും വക്കം മൗലവി PT ഭട്ടതിരിപ്പാടും ഉൾപ്പെടെ എത്രയോ വലിയ രൂപത്തിലുള്ള ഉന്നതന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, നവോത്ഥാന
മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ പരിവർത്തനം. ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി അഭിമാനത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. എങ്ങനെയാണ് അക്ഷരങ്ങൾ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ സഹകരണ വകുപ്പിന്റെ കീഴിൽ കോട്ടയത്ത് ഒരു അക്ഷര മ്യൂസിയം തീർന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഒരുപക്ഷെ ഈ മഹാഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്തരം ഒരു അക്ഷര മ്യൂസിയം ഇതുവരെ തുടങ്ങിയിട്ടില്ല. അത് അക്ഷര നഗരിയിലാണ്, ഈ കോട്ടയത്താണ് സഹകരണ വകുപ്പ് സമാരംഭിക്കുന്നത് എന്ന് അഭിമാനപൂർവ്വം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഗവൺമെന്റിന് മുമ്പെല്ലാം ഒന്നാകും കുന്നും പേര് ഒരാടി കുന്നും പേര് 1000 കളി കൂടുവെച്ചു എന്ന് മാത്രം പഠിച്ചു തുടങ്ങുന്ന ഒരു സന്ദർഭം അത് മാറി. കാക്കേ കാക്കേ കൂടെവിടെ, അത് വേണ്ടതല്ല, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട് എന്നൊക്കെ നമ്മൾ മഹാകവിമാരുടെ ഉള്ളടക്കത്തിൽ പഠിച്ചു തുടങ്ങിയെല്ലാം വ്യത്യസ്തമായി ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വർത്തമാന കാലഘട്ടത്തിന്റെ വിവരസാങ്കേതിക വിദ്യയുടെ തുടക്കം പ്രൊജക്ടർ കൺമുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ പ്ലേ സ്കൂളിൽ സമാരംഭിക്കാൻ കഴിയുന്ന സാഹചര്യം സംജാതമായിരിക്കും. ഇവിടെ മനോഹരമായി പ്രവേശനോത്സവം സംഘടിപ്പിച്ചതിന്റെ സംഘാടകർ, വളരെ ഭംഗിയായി പ്രവേശനോത്സവം നമ്മളെ സ്വാഗതം ചെയ്ത നമ്മുടെ മനോഹരമായി നൃത്തം അവതരിപ്പിച്ച നമ്മുടെ കൊച്ചു നർത്തകിമാർ, അവരെല്ലാം അതിന് പ്രാപ്തരാക്കിയ അധ്യാപകരെ ഉൾപ്പെടെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവം വളരെ ഭംഗിയായി സംഘടിപ്പിച്ച സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ജില്ലാതല പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു കയ്യടിയോടുകൂടി നമുക്ക് അവരെ അഭിനന്ദിക്കാം. ക്ഷണിക്കുന്നു. ക്ലാസ് ടോപ്പ് ഷാജി. നമ്മളെയൊക്കെ ഏറെ പ്രിയപ്പെട്ട കുട്ടികളെ വരവേൽക്കുന്നതിനുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ കുട്ടികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു